ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 വിഷു റിലീസായി തിയേറ്ററിലെത്തി മിക്സഡ് ഓപ്പറ നിലയെടുത്ത മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. പൃഥ്വിരാജ് സുകുമാരൻ കാമിയ റോളിൽ കൂടി എത്തുന്ന ഈ സിനിമയിൽ കയാതു ലോഹർ, വിജയരാഘവൻ, സുധീർ കരമന, ജോണി ആന്റണി, ബാബുരാജ്, അലക്സാണ്ടർ പ്രശാന്ത്, ടി ജി രവി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഇന്ന് ചൊവ്വാഴ്ചയോടെ ഒരു വാരം പിന്നിടുന്ന ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 9,73,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7-ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 70 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ഇന്ന് വരെയുള്ള ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10,40,00,000 റേഞ്ചിലാണ്. സിനിമയുടെ വേൾഡ് കളക്ഷൻ 15 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വിഷു റിലീസായി ഏപ്രിൽ 15 ബുധനാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവൾ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ചിദംബരം, സജിൻ ഗോപു, രാജേഷ് മാധവൻ, ഷാഹി കബീർ, ജാഫർ ഇടുക്കി എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തയാണ് ഉണ്ടായിട്ടുള്ളത്. 6-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 11 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 2,09,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. 7-ാം ദിവസം എന്ന ചൊവ്വാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 10-12 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ 2,20,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,70,00,000 റേഞ്ചിലാണ്. ഏപ്രിൽ 10 തിയേറ്ററിലത്തെ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. കൃഷ്ണദാസ് മുരളി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജനി, ശ്രീജ രവി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് കേരളത്തിൽ 13,54,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 12-ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,25,00,000 റേഞ്ചിലാണ്. അങ്ങനെ 14,75,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇന്നുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. 12 ദിവസത്തെ വേൾഡ് കളക്ഷൻ 25 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വാഴ 2 തിയേറ്ററിലെത്തിയിട്ട് 3-ാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 20 ദിവസമാണ് പിന്നിടുന്നത്. സവിൻസ സംവിധാനം ചെയ്ത് കേരളത്തിലും ആഗോളതലത്തിലും വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇന്നലെ വരെയുള്ള 19 ദിവസം കൊണ്ട് കേരളത്തിൽ 113,60,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 20-ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 2 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 20 ദിവസം കൊണ്ട് കേരളത്തിൽ 115,60,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 20 ദിവസത്തെ വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 214 കോടി റേഞ്ചിലുമാണ്. മനു ആനന്ദ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ്. ആര്യ, മഞ്ജു വാര്യർ, ശരത് കുമാർ, ഗൗതം റാം, കാർത്തിക് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 3,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഇന്നലെ വരെ ഈ സിനിമ 4,50,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 4 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 4,90,00,000 രൂപയാണ് മിസ്റ്റർ എക്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് 34-ാം ദിവസമായ 5-ാമത്തെ ചൊവ്വാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത്. 33-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,15,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 33 ദിവസം കൊണ്ട് കേരളത്തിൽ 19,18,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1,337,46,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 421,50,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് കളക്ഷനായി 1,758,96,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ജിയോ സ്റ്റുഡിയോ പുറത്തിറക്കിയ ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം 1,783 കോടി രൂപ ഇന്നലെ വരെ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.